ശബരിമലയിൽ അവധി ദിവസമായിട്ടും ഇന്ന് തീർത്ഥാടകരുടെ എണ്ണത്തിൽ നല്ല കുറവായിരുന്നു. ഇതുവരെ സന്നിധാനത്ത് ദർശനം നടത്തിയത് ഏതാണ്ട് 70,000 താഴെ മാത്രം തീർത്ഥാടകരാണ്. അത്രയും കുറവുണ്ട്. കാരണം ഈ ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും ശബരിമലയിൽ. ആളുകൾ ഈ നല്ല കെ ജയകുമാർ സൂചിപ്പിച്ചതുപോലെ അവസരത്തിന് ഇരുന്ന് ദൂരെ ഇരുന്ന് ഭക്തജനങ്ങളൊക്കെ കാണുമ്പോൾ അവരും സൗകര്യപ്രദമായ ദിവസങ്ങളിലേക്ക് അവരുടെ സന്ദർശനം മാറ്റിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ശബരിമല സന്നിധാനത്ത് നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങൾ നൽകാൻ MG പ്രതീക്ഷ കൂടി നമുക്കൊപ്പം ചേരുന്നു. പ്രതീക്ഷയെ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം ശബരിമല സന്നിധാനത്തെ അവസ്ഥ എന്താണ്? എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങളിലാണ് സാധാരണ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകാറുള്ളത്. പക്ഷേ അതിൽ നിന്ന് മാറി ഇന്ന് ഞായറാഴ്ച ദിവസമായിട്ട് പോലും രാവിലെ മുതൽ വലിയ തിരക്ക് ശബരിമലയിൽ ഇല്ലായിരുന്നു. വൈകിട്ട് മുതൽ നല്ല മഴയാണ് ശബരിമല സന്നിധാനത്ത്. അതുകൊണ്ട് ഈ സമയത്ത് കുറച്ചധികം തീർത്ഥാടകരുണ്ട്. ഈ മഴ ആയതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഇടത്താവളങ്ങളിൽ കയറി നിന്നതിന് ശേഷം ഇപ്പോൾ സന്നിധാനത്തെത്തിയ തീർത്ഥാടകരുടെ ഒരു ചെറിയ തിരക്ക് മാത്രമാണ് ഉള്ളത്. 70,000-ന് താഴെ തീർത്ഥാടകർ ഇതുവരെ ദർശനം നടത്തി എന്നതാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും കണക്കുകൾ വ്യക്തമാക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് 10,000 ആയിരിക്കുന്നു എന്നും നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ സന്നിധാനത്തിന് താങ്ങാൻ കഴിയുന്ന തീർത്ഥാടകർ മാത്രമേ ഇപ്പോഴുള്ളൂ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് 18-ാം പടിക്ക് താഴെയുള്ള കാഴ്ചകളാണ്. ഈ നല്ല മഴയുണ്ട് സന്നിധാനത്ത്. പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥയെ പോലും അവഗണിച്ചുകൊണ്ട് കൂടുതൽ തീർത്ഥാടകർ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. പമ്പയിൽ നിന്ന് മല കയറി ഇപ്പോൾ സന്നിധാനത്ത് എത്തിയ തീർത്ഥാടകരുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ നടപ്പന്തലിൽ വലിയ തിരക്കൊന്നും തന്നെ ഇല്ല. തീർത്ഥാടകർക്ക് വളരെ പെട്ടെന്ന് തന്നെ 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം സാധ്യമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ശബരിമല സന്നിധാനത്തുള്ളത്. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് എന്നത് 5,000-ആയി പരിമിതപ്പെടുത്തിയിട്ടില്ല. സന്നിധാനത്തെ സാഹചര്യം അനുസരിച്ചാണ് അതിൽ ഇളവുകൾ വരുത്തിയിട്ടുള്ളത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് 10,000-ന് മുകളിൽ തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിൽ ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ കണക്ക് വ്യക്തമാക്കുന്നത്. 11 മണിയോട് കൂടി ഒരു 80,000 എന്ന ആ ഒരു കണക്കിലേക്ക് ഇന്നത്തെ ആകെ തീർത്ഥാടകരുടെ എണ്ണം പോകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ വലിയ ബുദ്ധിമുട്ടുകൾ തീർത്ഥാടകർ ആരും തന്നെ പറയുന്നില്ല. വളരെ സുഗമമായ ദർശനം തീർത്ഥാടകർക്ക് ശബരിമല സന്നിധാനത്ത് സാധ്യമാകുന്നുണ്ട്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ശബരിമലയിൽ ഒരുക്കിയിട്ടുമുണ്ട്. കാനനപാത വഴിയും കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. അവർക്കും പ്രത്യേക സൗകര്യങ്ങൾ ആ മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന്റെയും ഒപ്പം പോലീസിന്റെയും കൃത്യമായ കണക്കുകൂട്ടലിലാണ് ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം പോകുന്നത്. ഭക്തരുൾപ്പെടെ വലിയ സംതൃപ്തിയിലുമാണ് ഇപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.